ഇത് ആക്ച്വലി റസൻ ആർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അല്ല, പത്മനാഭനെ 3D പ്രിന്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഇലക്ഷൻ അവർ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് മോദിജി വരുന്നുണ്ട്, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അത് സ്റ്റേജിൽ കൊടുക്കുക മാത്രമല്ല, ആ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തിയപ്പോൾ മേയർ VV രാജേഷ് അദ്ദേഹത്തിനൊരു സമ്മാനം കൈമാറിയിരുന്നു. ആ ഗിഫ്റ്റ് നിർമ്മിച്ച ആളാണ് ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്, നീതു M. വിനയനാണ്. എന്തായാലും ഈ ഗിഫ്റ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. എന്താണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ പ്രത്യേകത? അത് നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ഇത് ആക്ച്വലി റസൻ ആർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. റസൻ വേഴ്സറ്റൈലായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് റിയൽ ഫ്ലവേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ടീക്വുഡ് ഫ്രെയിമിൻ്റെ അകത്ത് നിർമ്മിച്ച പത്മനാഭൻ്റെ രൂപം, അതാണ് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തത്. അല്ല, പത്മനാഭനെ 3D പ്രിന്റ് ചെയ്തിട്ടാണ് എടുത്തത്. അതിനുശേഷം ഹാൻഡ് പെയിൻറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് റസൻ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുമായിരുന്നു. ഒരു 3 ലെയർ ഫ്ലവേഴ്സ് വെച്ചിട്ട് റസൻ പോർ ചെയ്ത് പത്മനാഭൻ രൂപം കൂടി വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് കൊടുക്കണം എന്നൊരു തീരുമാനം മുന്നേ എടുത്തിരുന്നോ? മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാധ്യതകളെ പറ്റിയോ അങ്ങനെ അത് എങ്ങനെ അദ്ദേഹത്തിലോട്ട് എത്തും എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ഇപ്പം കൊറിയർ അയച്ച എത്തുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തകർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിലൊരു റസൻ്റെ ടേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരിത് കണ്ടിട്ട് എന്താ സാധനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ റിയൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെ പറഞ്ഞു, ഇലക്ഷൻ അവർ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് മോദിജി വരുന്നുണ്ട്, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷെ അത് ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ, അദ്ദേഹം വരുമ്പോഴത്തേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊരു സാധനം മനസ്സിൽ കയറി. അന്ന് ഉണ്ടാക്കി തുടങ്ങി. അവർ ജയിക്കുകയോ ഇല്ലയോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഉണ്ടാക്കി തുടങ്ങി, പിന്നെ ജയിച്ചു. പിന്നെ ന്യൂസ് പേപ്പർ വഴിയാണ് അറിയുന്നത് 23rd അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇവിടുത്തെ ശശിയങ്കിൾ എന്നിട്ട് അങ്കിളാണ്. അപ്പം അങ്കിളിനോട് തന്നെ ചോദിച്ചു, അങ്ങനെ ഒരു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതിന് ചാൻസ് ഉണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരൂ നമുക്ക് മേയറിനെ പോയി കാണാം. അദ്ദേഹം മുന്നേ ഇവിടെ പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പം കുറേ പ്രോട്ടോകോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് വെക്കുമായിരുന്നു. അന്നേരം അദ്ദേഹം ഇങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, മേടിച്ച് വെച്ചു. പക്ഷെ അതിനുശേഷം അദ്ദേഹം വിളിച്ചിട്ട് അടുത്ത ദിവസം ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇതെന്താണ്, ഈ ആർട്ട് ഫോം എന്താണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്ത് മെറ്റീരിയൽ ആണെന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം അത് സെക്യൂരിറ്റി ചെക്കിന് അയച്ചു. അതിനുശേഷം അപ്പോഴും അദ്ദേഹം കൊടുക്കാം, മാക്സിമം നോക്കാം, എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അത് സ്റ്റേജിൽ കൊടുക്കുക മാത്രമല്ല, ആ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എത്ര ദിവസം? ഇതൊരു 2-2.5 ഒരു 3 ആഴ്ചത്തോളം സമയം എടുത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയലാണ് എന്ന് കൃത്യമായെന്ന് പറയാം. അതിൻ്റെ അകത്തൊരു ടീക്വുഡ് ഫ്രെയിമാണ്. ടീക്വുഡിൻ്റെ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റിയൽ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. പ്രിസർവ് ചെയ്തെടുത്ത് റിയൽ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. അത് കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല. പിന്നെ റസൻ ഉണ്ട്. പിന്നെ പത്മനാഭൻ്റെ രൂപം 3D പ്രിന്റ് ചെയ്തെടുത്തതിന് ശേഷം ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ റെസിൻ വർക്ക് തുടങ്ങിയിട്ട് 5 വർഷമായി. റെസിനോവേഷൻ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട് എനിക്ക്. അതിൽ റെസിൻ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കൈകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ എപ്പോൾ മുതലാണ് ഇത് ആരംഭിച്ചത്? 5 വർഷമായി ചെയ്തിട്ട്. ഞാൻ 2010 ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. സിൽക്ക് എന്നൊരു സ്ഥാപനം, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്. അവിടെ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് ആദ്യം വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നതും വീഡിയോസ് കണ്ടു തുടങ്ങി, റസിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയതും. നമ്മുടെ ഇന്ത്യയിലോട്ട്, പ്രത്യേകിച്ച് സൗത്തിലോട്ട് ഇതിനെപ്പറ്റി അധികം അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നൊരു ആശയത്തിലോട്ട് എത്തുകയും പിന്നെ കോവിഡ് വന്നു ഇഷ്ടമാതിരി സമയമുണ്ട്. അപ്പം വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഞാൻ സിൽക്കിൽ നിന്ന് വിട്ടിട്ട് കെല്ലെന്നൊരു സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ പ്രൊജക്ട് മാനേജറായിരുന്നു തിരുവനന്തപുരത്തെ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സൈഡിൽ കൂടി ഈ ബിസിനസ്സും കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ഇതിനോടായിരുന്നു താല്പര്യം. റെസിൻ വർക്ക് അത് ഏറ്റെടുത്ത് അത് ഫുൾ ടൈം ആർട്ടിസ്റ്റായിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. ശേഷം ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഫുൾ ടൈം റെസിൻ ആർട്ടിസ്റ്റാണ്. 5 വർഷമായിട്ട് റെസിൻ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരു വർക്ക് തീർക്കാൻ എന്തുമാത്രം ദിവസം എടുക്കും? നല്ല സമയം എടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ മോതിരം, ആ മോതിരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ദിവസം എടുക്കും. കാരണം നമ്മളിത് ഓരോ ലെയർ ബൈ ലെയറാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ലിക്വിഡ് ഫോമിലുള്ള ഒരു സാധനമാണ് റെസിൻ. അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ എടുക്കും. അപ്പം ഓരോ ലെയറും ഉണങ്ങി അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിട്ട് ചെയ്യേണ്ട കുറേ വർക്കുകളുണ്ട്. അത്
അതിൻ്റെ പൂർണ്ണ രൂപത്തിലോട്ട് എത്തണം എന്നെങ്കിൽ ഒരു മിനിമം 4 ദിവസം വേണ്ടി വരും. അത്രയും സ്ലോയിൽ അത്രയും വർക്ക് ചെയ്തിട്ട് വേണം. കുഞ്ഞു കുഞ്ഞു വർക്ക് ആയിരിക്കും, ചെറിയ ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി എടുക്കാൻ ഒരു മിനിമം, അത് ചെറിയ മോതിരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, 4 ദിവസം എടുക്കും. അതേപോലെ വലിയ വർക്ക് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ സമയം എടുക്കും. ഇപ്പം നോർമലി ഞാൻ ക്ലയൻസിനോട് പറയുന്നത് 15 മുതൽ 20 വർക്കിംഗ് ദിവസം ആണ് ഞാൻ ചോദിക്കണം. അവരോട് പറയും പൂക്കളൊക്കെ പ്രിസർവ് ചെയ്യാൻ, കല്യാണ ഹാരമൊക്കെ പ്രിസർവ് ചെയ്യാൻ ആൾക്കാർ കൊണ്ടുതരും. അതൊക്കെ നമ്മുടെ ഇപ്പം വെതർ കണ്ടീഷൻ ഭയങ്കര മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും പിന്നെയും താമസിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതനുസരിച്ച് പറയും. 15 മുതൽ 20 ദിവസമാണ് പൊതുവെ എല്ലാവരോടും പറയുന്നത്. നീ ഇത് ഓൺലൈനായിട്ടാണോ പഠിച്ചത്, എങ്ങനെയാണ്? അല്ല, പഠിച്ചത് ഈ വിദേശത്തുള്ള കുറേ ആർട്ടിസ്റ്റുകളുടെ വീഡിയോസും നമ്മുടെ നോർത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോസും കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അന്ന് എല്ലാവർക്കും പറഞ്ഞു തരാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത് എന്താണ് ടെക്നിക്കൊന്നും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു തരത്തില്ല. അപ്പോൾ ആദ്യം കുറേ പൈസ പൊട്ടി, സ്വന്തമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, പറഞ്ഞു തരാൻ ഒരാളില്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നല്ല പ്രാക്ടീസായി. ഇപ്പം ഞാൻ വർക്ക്ഷോപ്സും എടുക്കുന്നുണ്ട്, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട്. കാരണം അന്ന് ഞാൻ നേരിട്ടൊരു ബുദ്ധിമുട്ട് ഇപ്പം ഈ ഒരു ആർട്ട് മേഖലയിലോട്ട് വരുന്നവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗിനർ ലെവലിലുള്ള വർക്ക്ഷോപ്സ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിനിപ്പോൾ വർക്ക് ഉണ്ടോ, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടോ? അങ്ങനെ കണ്ടമാനം എന്ന് പറയാനില്ല, കാരണം ഇത് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. കുറേ പേർക്ക് അറിയാം ഇതിനെപ്പറ്റി, എന്നാലും അറിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാർ. അപ്പം കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല, ഒരു ഇതിലങ്ങ് പോകുന്നു. പ്രധാനമന്ത്രിക്ക് ഈ ഒരു സമ്മാനം കൈമാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കൈമാറിയതിന് ശേഷമുള്ള ഒരു മാനസികാവസ്ഥ എന്തായി? ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. കാരണം മേയർ പറഞ്ഞതും നമുക്ക് കുറേ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം മാക്സിമം എഫേർട്ട് ഇടാം, കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് സ്റ്റേജിൽ കൊടുക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെപ്പോലെ ഒരു സാധാരണക്കാരി ഉണ്ടാക്കിയൊരു സാധനം, ഒത്തിരി പേരുണ്ടാക്കുന്ന സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പം പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പോകുമ്പോൾ നമുക്ക് കുറേ പ്രോട്ടോക്കോളും ഒരു ബാഗ് പോലും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതെങ്ങനെ എത്തിക്കും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോർപ്പറേഷൻ വഴി പോയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ. ഇതൊരു ഹൈപ്പായിട്ട് എടുത്ത് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഇപ്പോൾ ബിസിനസ് ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ റെസനോഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ കുറച്ചുകൂടെ ഓർഡേഴ്സ് കിട്ടാനും ആൾക്കാരിലേക്ക് ഇങ്ങനൊരു ആർട്ട് ഫോം ഉണ്ട്, ഇതിൻ്റെ സാധ്യതകൾ ഇതാണ്, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്തിച്ച് ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രധാനമന്ത്രി വി രാജേഷ് പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ. അപ്പോൾ തിരിച്ചും പ്രധാനമന്ത്രി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ എന്തായിരുന്നു എന്ന് BJP പ്രവർത്തകരോ മേയറോ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നു? ഇല്ല, എന്താ പറഞ്ഞതൊന്നും പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലോട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പൂജപ്പുരയിൽ ഒരു കുട്ടിയാണിത് ചെയ്യുന്നത്, റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അത് തന്നെ ആവണം അദ്ദേഹം മോദിജിയോടും പറഞ്ഞത്. ഈ വർക്കിൻ്റെയൊക്കെ പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നിലവിൽ ഞാൻ എക്സിബിഷൻസ് ചെയ്യും, അല്ലാണ്ട് ഈ നമ്മുടെ ഈ ഫ്ലീ മാർക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ എക്സിബിഷൻ ചെയ്യും. അതുവഴി നേരിട്ട് കണ്ട ആൾക്കാർ വന്നത്. പിന്നെ അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ കണ്ട് വരുന്നതാണ്. പെയ്ഡ് പ്രൊമോഷനിലോട്ട് എത്താനുള്ളൊരു സാമ്പത്തിക വിവരമായിട്ടില്ല. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല. അല്ലാണ്ട് എക്സിബിഷൻസ് ചെയ്തിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്തും പിന്നെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു പോകുന്നതും അങ്ങനെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അത് തന്നെ ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? വർക്കുകൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ വർമാല പ്രിസർവേഷനാണ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ അല്ലാണ്ട് ബേബി തിങ്സ് പ്രിസർവേഷൻ, അതായത് നമ്മൾ കുഞ്ഞുങ്ങളുടെ അംബ്ലിക്കൽ കോഡ്, ബ്രസ്റ്റ് മിൽക്ക്, അവരുടെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ടാഗ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വർക്കാണ് ഇപ്പം കുറച്ച് അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡെക്കോർ പീസസും വരാറുണ്ട്. എനിക്ക് 34 വയസ്സായി. ഏകദേശം മാസം എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും? മാസം നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യുവാണ്. ഇപ്പം എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പം ചില മാസങ്ങളിൽ എനിക്ക് 50,000 രൂപ വരെ കിട്ടും. ചില മാസങ്ങളിൽ ചിലപ്പം 5-10 രൂപയായിരിക്കും കിട്ടും. ചില മാസം ഓർഡർ ഉണ്ടാവാറില്ല. ചില മാസങ്ങൾ 1 ലക്ഷം രൂപ വരെ കിട്ടിയ മാസങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് 1 ലക്ഷം കിട്ടുമ്പോൾ ഞാൻ അത്രയും റിച്ച് ആണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ ഈ ഉണ്ടാക്കാൻ എടുക്കുന്ന റെസിന് നല്ല വിലയാണ്. ഈ റെസിൻ ഈ ആർട്ടിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിന് കണ്ടമാനം പൈസ ആവുന്നുണ്ട്. ഇപ്പം ഞാൻ നിലവിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്ന ആ ഒരു തലത്തിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ ഓർഡേഴ്സ് വരുന്ന ഒരു ലെവൽ അനുസരിച്ച് അത്രയും അപ്പോൾ ഒരു ബേസിക് റേറ്റ് ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ GST രജിസ്റ്റേർഡ് ആണ്. GST മാർജിൻ ഉണ്ടായിട്ടല്ല, പക്ഷേ GST ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് ഓർഡേഴ്സോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓർഡേഴ്സോ കിട്ടിയാലോ എന്നൊരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു തവണ അപ്രോച്ച് ഉണ്ടായിരുന്നു.
അവരുടെ കയ്യിൽ വെട്ടുകല്ലുണ്ട്. ആ വെട്ടുകല്ല് റെസിൻ യൂസ് ചെയ്ത് പ്രിസർവ് ചെയ്തൊരു മൊമെൻറ്റോ ആക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പേയ്മെൻറ്റ് പറഞ്ഞപ്പം GST ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പേയ്മെൻറ്റ് കുറയ്ക്കേണ്ടി വന്നു. കാരണം അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് GST ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് വരെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലേബർ ചാർജ് മാത്രമേ തരാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇനി കണ്ടമാനം ഓർഡേഴ്സ് വന്നിട്ടല്ല, എന്നാലും ഇനി വന്നാൽ പോകാതിരിക്കാൻ വേണ്ടി GST രജിസ്ട്രേഷനും ബാക്കി ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ബേസിക്കായിട്ട് എടുക്കാൻ ഇപ്പോൾ MSME, GST, ട്രേഡ് മാർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിക്ക് സമ്മാനം കൊടുത്തിരിക്കുന്നു താങ്കളുടെ. ഇനി അങ്ങോട്ട് ബിസിനസ്സിലും വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കട്ടെ. താങ്ക് യു. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ. എന്തായാലും ജീവിതത്തിൽ അത്യപൂർവമായാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെല്ലാം തന്നെ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുക. അത്തരത്തിലൊരു നിമിഷത്തിന് ഭാഗമാകാൻ നീതു M. വിനയന് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും 34 വയസ്സുകാരിയാണ്. ഇത്തരത്തിൽ വലിയൊരു ബിസിനസ് സംരംഭം പടുത്തുയർത്താൻ ഇതിലൂടെ സാധിക്കട്ടെ എന്നും മറുനാടൻ ആശംസിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.